ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. ഷോർട്ട് ആയിട്ട് SB എന്ന് വിളിക്കും. അപ്പൊ എന്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളാണല്ലേ. മക്കളേക്ക് മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിന്റെ ഫേവറേറ്റ് മക്കളാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധിക വായന എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതുമാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ ജീവികൾ നമുക്ക് കാണാൻ പറ്റൂലേ. ആ ജീവികളിൽ തന്നെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണ്, അതെന്തൊക്കെയാണെന്ന് എന്റെ മക്കൾക്ക് അറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. യെസ്, ഇതെന്താ മക്കളെ ഇവിടെ കാണുന്നത്? നമ്മുടെ എന്താ കാണുന്നത്? സ്രാവ് ഉണ്ട് അല്ലെ, ഷാർക്ക് എന്ന് പറയൂലേ. നമ്മുടെ സ്രാവ് ഉണ്ട്. നമ്മുടെ സ്രാവ് എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങൾ ഡിസ്കവറി ചാനൽ കണ്ടിട്ടുണ്ടാവും, ചില ഫിലിമുകളിൽ കണ്ടിട്ടുണ്ടാവും. ആള് കാണുന്ന പോലെയൊന്നുമല്ല, ആള് ഭയങ്കര ഭീകരനാണ്. കുറെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളാണ് ആര്, നമ്മുടെ സ്രാവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി, നമുക്ക് നോക്കാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേ. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തില് വമ്പന്മാരായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്കറിയാലേ. എന്താ എന്റെ മക്കൾക്ക് അറിയുന്നത്? ഘ്രാണശക്തി പറയുമ്പോ എന്താടാ, നമുക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് അറിയാനുള്ള ഒരു കഴിവുണ്ട്. അത് നമ്മുടെ സ്രാവുകളുടെ കാര്യത്തില് ഭയങ്കരമാണ്. ഇപ്പൊ കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അത് മണത്തറിയാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂ, ഇപ്പൊ ജസ്റ്റ് ഒരു കടലിൽ ഒരു ചെറിയതായിട്ടുള്ള രക്തം വീണാൽ പോലും അവർക്ക് അതിന്റെ സ്മെല്ല് വീക്ക് ഓടി വരാൻ പറ്റും. അവരുടെ ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഓടി വന്ന് നോക്കൂലേ. അപ്പൊ കാണുന്ന പോലെ ഇല്ല, ഭയങ്കര എന്താ പറയാ സംഭവമാണ് നമ്മുടെ എന്ത് സ്രാവ്, ഷാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഘ്രാണശക്തിയുടെ കേസില എന്ന് വെച്ചാൽ മണത്ത് കണ്ടുപിടിക്കുന്നതിന്റെ കേസില വമ്പനാണ് നമ്മുടെ സ്രാവ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ സ്രാവൊക്കെ. മത്സ്യത്തിന്റെ കേസില് നമ്മൾ മീന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പൊ കഴിക്കുമ്പോഴും നമ്മൾ എന്താണ് കഴിക്കുന്നതിന്റെ കാര്യമല്ല ആലോചിക്കേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ എന്താ പറയാൻ പറ്റുന്നത് നോക്കാം. ഷാർക്ക് ആർ ദ സ്റ്റാൾവാർട്സ് ഓഫ് സ്മെൽ ആണ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഘ്രാണശക്തിയുടെ കേസില് ഭീകരനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്നത് അല്ലേ. യെസ്, അതേപോലെ they can detect the smell of the blood split at the far distance in the sea. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ കടലില് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു ബ്ലഡ് വീണ് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് എന്ത് ചെയ്യും, കണ്ടുപിടിക്കും അല്ലെ. ജീനിയസ് ആണ് അല്ലെ. യെസ്, അതേപോലെ വേറൊരാളും ഉണ്ട്. ആരാത്? The dog is another animal. Dog അല്ലേ. Yes, dog is another animal with a strong ability to identify the things by smell. നമ്മുടെ CID മൂസ ഫിലിം കണ്ടിട്ടില്ലേ മക്കള്? അതില് ദിലീപിന്റെ ഒപ്പം ഒരാളുണ്ട്. ആരുണ്ട്? അർജുൻ ഉണ്ട് അല്ലേ. അർജുൻ എന്താ ചെയ്യുന്നത്? ഫുള്ള് ദിലീപിനെ ഹെൽപ്പ് ചെയ്യാണ്. കുറ്റാന്വേഷണത്തിന്റെ കേസിൽ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോലീസ് ഓടി കള്ളനെ കണ്ടുപിടിക്കുമ്പോ ഒപ്പം ഓടുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ അർജുൻ എന്ന് പറയുന്നല്ലേ. അപ്പൊ അതേപോലെ നമ്മുടെ ഡോഗിന്റെ കേസില്, നായകളുടെ കേസില് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു? സ്മെല്ല് പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. യെസ്, ദ ഡോഗ് അല്ലേ. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവല്ലോ, പെറ്റ് ആവുമല്ലേ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ നായനെ വളർത്താനും പൂച്ചേനെ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ നായകളുടെ കേസിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ പെട്ടെന്ന് മണം കണ്ടുപിടിക്കാറുണ്ടല്ലേ. അതേപോലെ നിങ്ങള് അമ്മമാരൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പെട്ടെന്ന് അവരത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. കാരണം എന്താണ്? അതിന് ഘ്രാണശക്തി ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, നായകൾ എന്ന് പറയുന്നത്. യെസ്, അതിനാണ് എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ പോലീസിന്റെ നമ്മൾ പറഞ്ഞു അർജുൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ പോലീസുകാരൊക്കെ കുറ്റാന്വേഷണത്തിന്റെ സമയത്ത് കള്ളനെ കണ്ടുപിടിക്കാൻ, ഒരു കൊലപാതകനെ കണ്ടുപിടിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധനം ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ആരാന്ന് കണ്ടുപിടിക്കാൻ, മണത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നായിനെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇതാ നോക്കിക്കോളൂ, മണത്തറിയാം അല്ലേ. യെസ്, മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. യെസ്, അതേപോലെ നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ. തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ആയിരിക്കും എന്താന്ന്, ചുമ്മാണെന്ന്. അല്ല, അത് എന്തിനാണ്? അവർക്ക് കണ്ടുപിടിക്കണം അവർ ഏത് വഴിയാ വന്നെന്നുള്ളത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നായ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നു. യെസ്, അപ്പൊ എന്താണ്? യു മൈറ്റ് ഹാവ് സീൻ ഡോഗ്സ് യൂറിനേറ്റ് frequently on the way of they move. This is the trace the way back by smell. സ്മെല്ല് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരത് കണ്ടുപിടിക്കുന്നുണ്ട്.
Dogs are used in the field of crime investigation. Yes, crime investigation due to their ability to smell and identify the things. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ കുറ്റാന്വേഷണ രംഗത്ത് പോലീസിന്റെ ഒരു ഹെൽപ്പ് ഉള്ള ഒരാളാണല്ലേ. ഒരുപാട് നമ്മുടെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. യെസ്. ഇനി അടുത്ത ആള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നൂല്ലേ? പാമ്പ് ഭയങ്കര പേടിയാണ്. മിസ്സിനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് പാമ്പ് എന്ന് പറയുന്നത്. ഇത് കൂടെ പോകുന്ന കണ്ട മിസ്സിന് അവിടെ ഏകദേശം തീരുമാനമായി മിസ്സിന്റെ കാര്യം. അപ്പൊ അതുപോലെ നമ്മൾ പാമ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിലും ഈ ജീവനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ എന്താണ് പാമ്പിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്? കണ്ടോടാ, പാമ്പ് ഇങ്ങനെ എപ്പോഴും നാവിങ്ങനെ ആക്കും അല്ലെ. എന്താ അതിന്റെ റീസൺ എന്ന് പറയുന്നത്? അപ്പൊ ചുമ്മാ അങ്ങനെ ആക്കുന്നതാണോ? നാവിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ആക്കുന്നതാണോ? അല്ല, അതിന് പിന്നിൽ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. എന്താ അതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്? യെസ്, നമുക്ക് നോക്കാം. പാമ്പുകള് ഇടയ്ക്കിടെ നാവ് പുറത്തേക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്. അതെന്താണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്? നാക്ക് ഉപയോഗിച്ചിട്ട് അല്ലേ. യെസ്. എവിടെ? യെസ്, നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഹാവ് യു സീൻ ദ സ്നേക്ക് ഫ്രീക്വന്റ്ലി പുട്ടിങ് ദിയർ ടങ്? നമ്മളിങ്ങനെ ഔട്ട്സൈഡിൽ ഇങ്ങനെ ടങ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യൂസ് ദിയർ ടങ്സ് ടു റെക്കഗ്നൈസ് സ്മെൽ? സ്മെൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലായി? നമ്മുടെ പാമ്പിന്റെ കേസിൽ പറയുമ്പോഴും അവർക്ക് ഭയങ്കര ഘ്രാണശക്തി ഉണ്ട്. പെട്ടെന്ന് സ്മെൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവനെ പുറത്തേക്ക് ഇടുന്നത് അല്ലേ. യെസ്. അപ്പൊ ഇത്രയൊക്കെ കേസാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മൾ ഏതൊക്കെ ജീവിയുടെ കാര്യം പറഞ്ഞു? ഷാർക്കിന്റെ കേസ് പറഞ്ഞു, ഡോഗിന്റെ കേസ് പറഞ്ഞു. അതേപോലെ ഇപ്പൊ നമ്മൾ ആരുടെ കേസാ പറഞ്ഞത്? സ്നേക്കിന്റെ കേസും പറഞ്ഞു അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിലെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വരാട്ടോ. അപ്പൊ അതുവരേക്കും ബൈ ബൈ.